അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമുഖത്തേക്ക് മനുഷ്യനെ അയച്ചപ്പോൾ ആദ്യ മനുഷ്യപിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് പ്രവാചകന്മാരുടെ മാർഗദർശനം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്കറിയാം. ആ പ്രവാചകന്മാരുടെ ചരിത്രം ഹ്രസ്വമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലക്ഷത്തിലധികം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രവാചക പുങ്കവന്മാരിൽ നിന്ന് മനുഷ്യകുലം പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയെന്ന് മനുഷ്യരെ പഠിപ്പിക്കുന്നതിനും അവർക്ക് മാർഗദർശനം നൽകുന്നതിനുമായി അവരിൽ നിന്ന് 25 പ്രവാചകന്മാരുടെ പേര് ഖുർആൻ പരാമർശിക്കുകയും ജീവിതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മനുഷ്യരാശി അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ മനുഷ്യർക്ക് മാർഗദർശകമാകേണ്ടുന്ന പാഠങ്ങൾ ആ പ്രവാചകന്മാരുടെ ജീവിത കഥ പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. ആ പ്രവാചകന്മാരെയൊക്കെ പ്രവാചകന്മാരായി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഒരു പ്രവാചകനെയും തള്ളിപ്പറയാൻ പാടില്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. ആ മുർസലീങ്ങളിൽ ഒരു പ്രവാചകന്റെ ഇടയിലും ഒരു വിവേചനം ഞങ്ങൾ കാണിക്കൂല. ഇതാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ട നിലപാട്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയും വഫാത്താവുകയും ചെയ്ത മാസമാണ് വിശുദ്ധ റബീഉൽ അവ്വൽ മാസം. ആ റബീഉൽ അവ്വൽ മാസത്തില് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ പലരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുകയും അതേ റബീഉൽ അവ്വൽ 12 ജനിച്ചതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രവാചകൻ വഫാത്തായതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ജനിച്ചത് റബീഉൽ അവ്വലിൽ തന്നെയാണോ എന്നത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഇനി റബീഉൽ അവ്വൽ ആണ് എന്ന് സമ്മതിച്ചാൽ തന്നെ അത് 12 എന്നത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ വഫാത്തായത് ലക്ഷക്കണക്കിന് സ്വഹാബിമാർ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം നെഞ്ചേറ്റി ജീവിക്കുന്ന ഒരു കാലത്ത് ആ സ്വഹാബി വര്യന്മാർക്കിടയിൽ വെച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. അതുകൊണ്ട് ആ വഫാത്താകുന്നതിൻ്റെ മുമ്പുള്ള ഓരോ ദിവസവും ഓരോ സമയവും വളരെ കൃത്യമായി സ്വഹാബികൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ദിവസം, മരിക്കുന്നതിൻ്റെ എത്ര ദിവസം മുമ്പ്, മരിക്കുന്നതിൻ്റെ ഇന്ന സമയം മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയവും ദിവസവും കൃത്യമായി സ്വഹാബി വര്യന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. പക്ഷേ മരണം മറന്നുപോയ ഒരു ഉമ്മത്താണ് നമ്മളെ ഉമ്മത്ത്. ഏറ്റവും വലിയ ദുരന്തം ഈ ഉമ്മത്തിന് സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ സഹാബത്ത് ഒരു സംശയവും കൂടാതെ പറയും, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗമാണ്. പ്രവാചകന്റെ ഖബറടക്കൽ കഴിഞ്ഞ് വന്ന സഹാബി വര്യന്മാരോട് ചില പ്രവാചക പത്നിമാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് അള്ളാഹിന്റെ റസൂലിന്റെ ആ മയ്യത്ത് ഖബറിൽ വെക്കാൻ കഴിച്ചു? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് എടുത്തിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഖബറിൽ വെക്കാൻ ധൈര്യം വന്നത്, കഴിഞ്ഞത് എന്ന് ചോദിച്ച് കരഞ്ഞ ഭക്തിമാരുണ്ട്, സഹാബി വര്യന്മാരുണ്ട്. ആ ദുരന്തം അവർക്ക് മറക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായി. അന്നാണ് മദീന പട്ടാപ്പകല് ഇരുട്ടുമൂടിയ അവസ്ഥയിലായത്. ഇതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ നാട്ടില് ആഘോഷത്തിൻ്റെ തിര തല്ലുകയാണ്.
അത് ഓരോ വർഷം വരുമ്പോഴും അതിൻ്റെതായ മാറ്റു കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ ചെറുപ്പത്തിലൊന്നും ആ ജനിച്ച സമയം നോക്കിയിട്ടൊരു മൗലൂദ് ഉണ്ടായിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ട്. റബീഉൽ അവ്വൽ 12-ന് ആ സുബ്ഹിയോടടുത്ത സമയത്താണ് ജനിച്ചത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു പാട്ടും കൂത്തും ഒക്കെ കൂടെ പള്ളികളിൽ വെച്ച്, മദ്രസകളിൽ വെച്ച് സുഭിക്ഷമായ ഭക്ഷണത്തിൻ്റെ അകമ്പടിയോടുകൂടി. ഇപ്പോൾ തന്നെ ഓരോ സംഘടനക്കാരും കൊടി പിടിച്ചിറങ്ങിയിട്ടുണ്ട്. ഞങ്ങളാണ് പ്രവാചക സ്നേഹികൾ എന്ന് മാലോകരെ അറിയിക്കാൻ വേണ്ടി പുതിയ പുതിയ പരിപാടികളോടെ, ആനയുടെയും അമ്പാരിയുടെയും അകമ്പടിയോടെ തോരണങ്ങൾ തൂക്കി, ലൈറ്റുകൾ പതിച്ച്, അങ്ങനെ 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 പല കോലത്തില്. അതിനൊക്കെ ന്യായങ്ങളുണ്ട്. നിന്റെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ഈ ലൈറ്റ് ഇടൂലേ? സന്തോഷം ഉണ്ടാവൂലേ? നല്ല ഭക്ഷണം കൊടുക്കൂലേ? എന്തേ റസൂലിനോട് ഇത്ര ദേഷ്യം എന്നാണ് അതിനെക്കുറിച്ച് തിരിച്ചു ചോദിക്കാറുള്ളത്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ വഫാത്തായിട്ടും ജീവിച്ച മഹൽ വ്യക്തിത്വമാണ്. അവിടുത്തെ ഓരോ ഖലീഫമാരും അങ്ങനെയാണ്. ഒക്കെ പ്രവാചകന്റെ ശേഷമാണ് അവർ ഖലീഫമാരായതും അവർ ജീവിച്ചതും മരിച്ചതും. അവരാരും ഈ ഒരു റബീഉൽ അവ്വൽ എന്ത് ചെയ്തില്ല? ആഘോഷിച്ചില്ല. അവർക്കാർക്കും അത്തരത്തിലുള്ള ഒരു സ്നേഹം തോന്നിയില്ല. ചില മഹാരഥന്മാരായ മദ്ഹബിന്റെ അയിമ്മത്ത് അള്ളാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്ത ആ പ്രവാചകൻ ജീവിച്ച മദീന മുനവ്വറയിലൂടെ ചെരുപ്പിട്ട് നടക്കാൻ വിഷമിച്ചവരുണ്ട്. ഇത് ആ അള്ളാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്ത ആ അള്ളാഹുവിന്റെ റസൂല് ജീവിച്ച മണ്ണാണെന്ന് പറഞ്ഞിട്ട് അതിനോടുള്ള ഒരു ആദരവ് അങ്ങനെ റസൂല് പറഞ്ഞിട്ടല്ല, പക്ഷേ അത്രയധികം ആദരവ് പുലർത്തിയവരുണ്ട്. അവർക്കാർക്കും തോന്നാത്ത ചില വിദഅത്തുകളാണ് നമ്മുടെ ആളുകൾ ചെയ്യാറുള്ളത്. ഞാനത് ആമുഖമായി പറയാറുള്ള ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ ദിവസങ്ങളാണ്. അതിനു വേണ്ടിയുള്ള പിരിവുകളും ബഹളങ്ങളുമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു മഹല്ലത്തിൽ ഓരോ മെമ്പറും 500 രൂപ നിർബന്ധമായിട്ടും ഈ മൗലിദാഘോഷത്തിന് കൊടുത്തിരിക്കണം എന്നാണ് അത്രേ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മദ്ഹ് ഇങ്ങനെ പറയാണ്, ആ കൊടുത്തവർക്കൊക്കെ സ്വർഗത്തേക്കുള്ള ടിക്കറ്റും കൊടുക്കും, കൊടുക്കാത്തവരൊക്കെ വഹാബികളായി മുദ്ര കുത്തിയിട്ട് ഓലെ നരകത്തേക്ക് ഉന്തി തള്ളി പറഞ്ഞേക്കാനുള്ള തിരക്കാണ്. എന്ത് നമ്മളെ കൗമിങ്ങനെ ആയിത്തു എന്നാണെന്നാല് നബി ജനിച്ചത് എന്ന് മുസ്ലിമീങ്ങൾ വരെ ചോദിക്കാൻ തുടങ്ങുകയാണ്. ഒരീസല്ലല്ലോ ജനിച്ചത്. എന്നാ ഇനി റബീഉൽ അവ്വലിന് ഒതുങ്ങുന്ന് വിചാരിച്ചാൽ അവിടെയും തെറ്റിക്കും നമുക്ക്. അത് റബീഉൽ അവ്വലും കഴിഞ്ഞ് ചിലപ്പോൾ റബീഉൽ ആഖിർക്ക് അങ്ങോട്ട് കിടക്കും. അതെന്തേന്ന് വെച്ചാൽ അതിനുണ്ട് ഈ ന്യായീകരണം. ഇരിക്കട്ടെ, അതൊന്നും പരത്തി പറയേണ്ടതില്ല. നമ്മൾ അനുഭവിക്കുന്ന ചില ദുരന്തങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആഘോഷിക്കുമ്പോഴും നമുക്ക് ഈ ഉമ്മത്തിന് കിട്ടേണ്ട പലതും കിട്ടാതെ പോവുകയാണ് എന്നുള്ളതാണ് അതിലേറെ സങ്കടകരമായ കാര്യം. അതെന്താണ്? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹൽ വ്യക്തിത്വത്തെക്കുറിച്ച് ഇത്രയേറെ ആഘോഷങ്ങൾ നടക്കുമ്പോഴും അതേക്കുറിച്ച് മനസ്സിലാക്കാനോ പഠിക്കാനോ ഈ ഉമ്മത്ത് തുനിയുന്നില്ല എന്നത് വളരെ സങ്കടകരമായ സംഗതിയാണ്. നമ്മൾ പഠിക്കേണ്ടത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ A to Z വരെയുള്ള ജീവിതക്രമങ്ങള് പകൽ വെളിച്ചം പോലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് വളരെ സവിശേഷമായ ഒരു സംഗതിയാണ്. വേറെ ഒരു പ്രവാചകന്റെ ജീവിതത്തിട്ട് ആ പ്രവാചകന്റെ അനുചരന്മാരാണ് ഞങ്ങൾ എന്ന് പറയുന്നവരോട് ചോദിക്കുക, നിങ്ങളുടെ പ്രവാചകൻ ഇന്ന സമയത്ത് എന്താണ് എങ്ങനെയാണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയൂല. അതേസമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താ? ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഉറങ്ങാൻ പോയത്, എങ്ങനെയാണ് ഉറങ്ങാൻ കിടന്നത്,
എങ്ങനെയാണ് അവിടുന്ന് ഉണർന്ന് എഴുന്നേറ്റത്, പിന്നെ എന്തൊക്കെയാണ് ചെയ്തത്, അത് എങ്ങനെയൊക്കെയായിരുന്നു. ചിലതൊന്നും വളരെ രഹസ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല. പക്ഷേ അതും പലതും ഈ ഉമ്മത്തറിയേണ്ട പലതും അവിടുത്തെ പത്നിമാരിലൂടെ ഈ ഉമ്മത്തിന് വിവരം കിട്ടി. എങ്ങനെയൊക്കെയായിരുന്നു ആ കിടപ്പറയിൽ പോലും അള്ളാഹുവിന്റെ റസൂല് പെരുമാറിയത്. അതാണ് A to Z വരെ എന്ന് പറഞ്ഞത്. അത് ആ പ്രവാചകന്റെ ജീവിതം പകൽ വെളിച്ചം പോലെ വ്യക്തം. അതുകൊണ്ട് തന്നെ ആ പ്രവാചക പുങ്കവന്റെ ജീവിതത്തില് ഒരു അയ്ബ് ആരോപിക്കാൻ, ഒരു ന്യൂനത ആരോപിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് ആ പ്രവാചക പുങ്കവൻ വളർന്നത്. പ്രവാചകനെ വളരെയധികം അധിക്ഷേപിച്ച് കവിത രചിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബി വര്യന്മാരോട് ആവശ്യപ്പെട്ടു, ആ കവിതയിലൂടെ മറുപടി പറയാൻ പറ്റിയ ആരാ നമ്മളെ കൂട്ടത്തിൽ എന്ന്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നു. അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ കൊടുത്തോളാം മറുപടി. അപ്പൊ പ്രവാചകൻ ഒരു സംശയം ഉന്നയിച്ചു. നിങ്ങളെ ആക്ഷേപിച്ചു കാണ്ട് കവിത ചെല്ലുകയാണെങ്കിലേ ആരെ ആക്ഷേപിക്കുക? ഈ ഖുറൈശികളെ. വാനമിൻ ഖുറൈശ്, ഞാനും ഖുറൈശിയല്ലേ, ആക്ഷേപിക്കുമ്പോ ഞാനും കൂട്ടത്തിൽ പെടൂലേ എന്നാണ് പ്രവാചകന്റെ ചോദ്യം. അതിന് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അസുല്ലുക കമാ തസുല്ലു ശഅറ മിനൽ അജീൻ. മാവ് കുഴച്ചു വെച്ചിട്ട് അതിലെങ്ങാനും ഒരു മുടി ഉണ്ട് എന്ന് കണ്ടാൽ എന്താ ചെയ്യാ? ആ മുടി ഉണ്ട് ഊരിയെടുക്കും. മുടി ഊരിയെടുത്താൽ മാവിന് വല്ല കുഴപ്പം പറ്റൂല. അതേമാതിരി ആ ഖുറൈശി കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ ഞാനങ്ങോട്ട് മാറ്റി നിർത്തും, അതുകൊണ്ട് ഊരിയെടുക്കും. അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് ഞാൻ അവർക്ക് മറുപടി കൊടുത്തോളാം. ആ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്, വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ كأنك قد خلقت كما تشاء وأحسن منك لم تر قط عيني. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ വ്യക്തിത്വം ചന്തമാർന്നതാണ്, അന്യോന്യമായതാണ്. എന്റെ കണ്ണുകൊണ്ട് അങ്ങേക്കാൾ ഉദാത്തമായ ഒരു മനുഷ്യനെ എന്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങയേക്കാൾ ചന്തമാർന്ന ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ ലോകത്തൊരു സ്ത്രീക്കും കഴിഞ്ഞിട്ടില്ല. كأنك قد خلقت كما تشاء. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും അങ്ങ് വേറിട്ട് നിൽക്കുകയാണ്. ഒരു ന്യൂനതയും ബാധിക്കാത്ത വ്യക്തിത്വമാണ് അങ്ങയുടേത്. كأنك قد خلقت كما تشاء. എങ്ങനെയാണ് താങ്കൾ സൃഷ്ടിക്കപ്പെടാൻ ആഗ്രഹിച്ചത് അതുപോലെയുള്ള ഒരു സൃഷ്ടിപ്പ് കിട്ടിയ പോലെയാണ് അങ്ങയുടെ സൃഷ്ടിപ്പ്. ആ പ്രവാചകനെ നേർക്കുനേരെ നോക്കിക്കണ്ട ആളുകൾക്ക് അങ്ങനെയാണ് പ്രവാചകനെ കുറിച്ച് വർണ്ണിക്കാൻ കഴിഞ്ഞത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മണൽക്കൂനയിലെ മുത്തുമണികൾ പോലെ വേറിട്ടു നിന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ വിഷമിക്കുമെന്ന് കണ്ടപ്പോ ആ പ്രവാചകനെ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് കൊണ്ടുപോയി ഖദീജ റളിയല്ലാഹു അൻഹ വഹി
ആദ്യമായിട്ട് ഇറങ്ങിയിട്ട് ജിബ്രീലിനെ കണ്ട് പേടിച്ച പ്രവാചകനെ, ഖദീജ ബീവിയുടെ ബന്ധു കൂടിയാണ് വറഖത്ത് ഇബ്നു നൗഫൽ എന്ന ക്രിസ്തീയനായ വേദപണ്ഡിതൻ. അദ്ദേഹത്തിന്റെ അടുത്തേക്കാ കൊണ്ടുപോയത്. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന ആ വേദപണ്ഡിതൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇത് വഹയുമായി ജിബ്രീൽ ഇറങ്ങിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പൂർവ പ്രവാചകന്മാർക്ക് വഹയുമായി വരികയും പ്രവാചകന്മാരാവുകയും ചെയ്തപ്പോഴൊക്കെ ആ പ്രവാചകന്മാർക്ക് വിഷമം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ സ്വന്തം ജനത ആട്ടിപ്പുറത്താക്കിയിട്ടുണ്ട്. അവർ ആക്രമിച്ചിട്ടുണ്ട്. അവർ വിവിധങ്ങളായ മർദ്ദനങ്ങൾക്ക് ആ പ്രവാചക പുങ്കവന്മാരെ വിധേയരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഞാനെങ്ങാനും ദീർഘകാലം ജീവിക്കുകയാണെങ്കിൽ അത്തരം ഒരു ഘട്ടത്തിൽ മുഹമ്മദ് എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായി മുഹമ്മദിന് സപ്പോർട്ടായിരിക്കും എന്ന് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്തൊരു അത്ഭുതം. കാരണം അതുവരെ സ്വാദിഖ് എന്നും സ്വദൂഖ് എന്നും അല്ലമീൻ എന്നും സത്യസന്ധൻ എന്നും വിശ്വസ്തൻ എന്നും ഒക്കെ ആളുകള് നല്ല നല്ല പേരിട്ട് വിളിച്ച് ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച ആ പ്രവാചകന് സ്വന്തം ജനതയുടെ കൈകളാൽ പുറത്താക്കപ്പെടുമെന്ന് കേട്ടപ്പോ പ്രവാചകൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വറഖത്ത് ഇബ്നു നൗഫലിനോട് പ്രവാചകൻ ചോദിച്ചു, അല്ല അവ മുഖരിജിയഹും, അവരെന്നെ പുറത്താക്കുന്നാണോ പറയണത്? വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, പുറത്താക്കും. അതാണ് നമ്മൾ കണ്ടത് പ്രവാചകന്റെ ജീവിതത്തിലെ. പക്ഷേ ആ വ്യക്തിത്വം കളങ്കമേൽക്കാതെ പോറലേൽക്കാതെ നിലനിർത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു. ബഹുമത സമൂഹത്തില് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ അവിടെയൊക്കെ ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ വിശ്വാസി സമൂഹത്തിന് സാധിക്കണമെന്ന വലിയൊരു പാഠം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച്, മഹൽ വ്യക്തിത്വത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദാ വമുബശ്ശിറൻ വനദീറാ. യാ അയ്യുഹൻ നബി, ഓ പ്രവാചകരെ, ഇന്നാ അർസൽനാക, താങ്കളെ നാം റസൂലായി നിയോഗിച്ചിട്ടുള്ളത് ഷാഹിദൻ, മുഴുവൻ മനുഷ്യ മഹാസഞ്ചയത്തിനും ഒരു ശരിയായ സാക്ഷിയായി മാതൃകയായി നിലകൊള്ളാനാണ്. വമുബശ്ശിറൻ, നന്മ ചെയ്ത ആളുകൾക്ക് നാളെ പരലോകത്ത് സന്തോഷ വാർത്ത അറിയിക്കുന്ന, സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന മഹൽ വ്യക്തിത്വമായിട്ടാണ്. വനദീറ, ആർ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിച്ച് ജീവിക്കുന്നുവോ അവർക്ക് നാളെ വരാനിരിക്കുന്നത് നരകമാണ്, നരകശിക്ഷയാണ് എന്ന മുന്നറിയിപ്പ് നൽകുന്ന ഒരു നദീറുമായിട്ടാണ് താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു നല്ല പ്രബോധകനായിട്ടും, ബിഇദ്നി, അള്ളാഹുവിന്റെ അനുമതിയോടെ, വസിറാജൻ മുനീറ, പ്രശോഭിതമായ ഒരു വിളക്കായിട്ടും. എല്ലാ അർത്ഥത്തിലും ലോക ചരിത്രം തന്നെ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച ഒരു ഇരുണ്ട യുഗത്തിൽ, അജ്ഞാന യുഗത്തിലാണ് പ്രവാചകന്റെ ജനനം. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആളുകൾക്ക്, ജനങ്ങൾക്ക് വെളിച്ചമാണ് ഏകിയത്. സമൂഹത്തില് ഒരു വിശ്വാസിയുടെ ദൗത്യം ഇതാകണം. അവൻ ഒരു പ്രബോധകനാകണം. അവൻ ആളുകൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നവനാകണം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന നദീറായി നിലകൊള്ളണം.
എവിടെയൊക്കെ ഇരുട്ട് പരക്കുന്നുണ്ടോ ആ ഇരുട്ടിനെതിരെ പോരാടുന്ന ഒരു കടാവിളക്കായി മാറാൻ, സിറാജും മുനീറായി മാറാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കണം. ആ ഒരു മഹൽ ദൗത്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത്. ആ ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് ആധുനിക യുഗത്തിലായിരുന്നാലും ഈ വിശ്വാസി സമൂഹം. അതിൻ്റെ കാലം കഴിഞ്ഞിട്ടില്ല. ഒരു മഹത്തായ ദൗത്യമാണത്. എല്ലാ അർത്ഥത്തിലും ഒരു അഭിനവ ജാഹിലിയത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ ജാഹിലിയത്തിൽ നടന്ന വൃത്തികേടുകളുണ്ടോ അതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില്, അത് മദ്യമായിരുന്നാലും മയക്കുമരുന്നായിരുന്നാലും കലഹമായിരുന്നാലും വിദ്വേഷമായിരുന്നാലും സ്വന്തം കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊല്ലുക എന്ന ആ കാര്യം പോലും മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന ഒരു മഹത്തായ മാതൃകയുണ്ട്. ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ഒരു കെടാവിളക്കായി സമൂഹത്തിൽ മാതൃകായോഗ്യമായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുകയും മാതൃകയാക്കുകയും ചെയ്യുക എന്ന മഹത്തായ ദൗത്യം വിശ്വാസി സമൂഹത്തിനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന രണ്ട് സത്യസാക്ഷ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ആ ഒരു പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഈ കാര്യം കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നതിൽ പക്ഷാന്തരമില്ല. അതിനു പകരം സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ പേരിൽ, പ്രവാചകന്റെ പേരിൽ ഇല്ലാ കഥകൾ പറയുക എന്നത് ഗുരുതരമായ ഒരു തെറ്റാണ്. ആ പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോ ഖുർആന്റെ അന്തസ്സത്തക്ക് നിരക്കാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകുന്നുണ്ട് എന്നത് വളരെ ഗൗരവതരമായ സംഗതിയാണ്. മൗലിദ് കിതാബ് എന്ന് പറഞ്ഞിട്ട് റബീഉൽ അവ്വൽ 1-ാം തീയതി മുതൽ നമ്മൾ നിർത്തിവെച്ച് പാരായണം ചെയ്യാൻ തുടങ്ങുന്ന ആ ഗ്രന്ഥത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തായാലും മദ്ഹല്ലേ എന്നുള്ള ഒറ്റയടിക്ക് അതൊരു മദ്ഹാണ് എന്ന രൂപത്തിൽ എല്ലാവരും ആണ്ട് ഇത്തിഫാക്കായിട്ട് അതെങ്ങനെ ഓതുകയും പാടുകയും മാമി പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. പക്ഷെ അതിൻ്റെ ശരി തെറ്റുകൾ എന്ത് എന്ന് വ്യവച്ഛേദിച്ചറിയാൻ പലരും മെനക്കെടാറില്ല. ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് ആരെന്ന് യോജിച്ചാൽ ഏത് കുഞ്ഞിനും മറുപടി പറയാൻ പറയും, അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ. ആര് സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു? അള്ളാഹു സൃഷ്ടിച്ചു. അത് എല്ലാവർക്കും അറിയുന്ന ലളിതമായ സത്യം. ഖുർആൻ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ശുദ്ധ ഖുർആനിൽ പലയിടത്തും അക്കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വ അലൈഹിസ്സലാമിനെയും അള്ളാഹു സൃഷ്ടിച്ചു. അവർക്ക് മാതൃകാ ദർശനങ്ങൾ നൽകി. അങ്ങനെ അവരിൽ നിന്ന് വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചപ്പോൾ അവരെ സ്വർഗത്തു നിന്ന് പുറത്താക്കി. അവർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, ഖാല റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. ഇതൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ഇതിനൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് മൗലിദ് കിതാബുകളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്തിന്? പ്രവാചകന്റെ മദ്ഹ് എന്ന നിലക്ക് ഈ നബി ജനിച്ചു എന്ന് പറയുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ ഓതാറുള്ള സ്പെഷ്യൽ മൗലിദാണ് ഷറഫുൽ അനാം മൗലിദ്. അതിൽ പറയുന്നുണ്ട്, വറുവിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാല കുന്തു നൂറൻ ബൈന യദയില്ല തആല ഖബല അൻ യഖ്ലുഖ ആദം ബിഅൽഫി ആം. ആദമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് ഒരു പ്രകാശമായിട്ട് അള്ളാഹു എന്നെ സൃഷ്ടിച്ചിരുന്നതൊക്കെ സൂഫി കഥകളിൽ പറയുന്ന സംഗതിയാണ്. അല്ലാതെ ഒരു ലൈഫായ ഹദീസ് പോലും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ്.
അങ്ങനെ യുസബ്ബിഹുല്ലാഹു ദാലിക്കൻ നൂർ, ആ പ്രകാശം ഇങ്ങനെ അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുകയും വതുസബ്ബിഹുൽ മലായികത്തു ബിതസ്ബീഹി, അത് കേട്ട് അവിടെയുള്ള മലക്കുകളും തസ്ബീഹ് ചൊല്ലുകയും ചെയ്യുമായിരുന്നു. ഫലമ്മ ഖലഖല്ലാഹു തആല ആദമ അൽഖാ ദാലിക്കൻ നൂറ ഫീ തീനതിഹി, ആദമിനെ അള്ളാഹ് സൃഷ്ടിച്ചപ്പോ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം എടുത്ത് കണ്ട് ആ തീനിലിട്ടാണ്ട് കുഴച്ചു. കുഴങ്ങാൻ വേറെ എവിടെയും പോകണ്ടില്ല. ആ മുഹമ്മദ് നബിന്റെ പ്രകാശം എടുത്ത് കണ്ട് ഈ തീനിൽ, ഈ കളിമണ്ണിലിട്ടാണ്ട് കുഴച്ചു. എന്നിട്ട് അഹ്ബത്തനി അല്ലാഹു തആല ഫി സുൽബി ആദമ ഇലൽ അർദ്, ആദമിനെ ഭൂമിയിലേക്ക് വരുമ്പോ ആ പ്രകാശമായിട്ട് ആ മണ്ണിൽ കുഴച്ച രൂപത്തില് ഞാനുണ്ടായിരുന്നു ആദം നബിന്റെ മുതുകിൽ. വജഅലനി ഫി സഫീനതി ഫി സുൽബി നൂഹ്, നൂഹ് നബിന്റെ മുതുകിലും ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. വജഅലനി ഫി സുൽബിൽ ഖലീലി ഇബ്രാഹിം, ഇബ്രാഹിം നബിന്റെ മുതുകിലും ഞാനുണ്ടായിരുന്നു. ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ വലൻ യസുൽ യൻഖുലുനി മിനൽ അസ്ലാബി ത്വാഹിറ ഇലൽ അർഹാമി സകിയ്യത്തിൽ ഫാഖിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്. ഞാണ്ട് പാട്ട ഇനി ഇരുന്നിട്ടാണ് പാടുക, പിന്നെ ചിന്തിക്കാനൊന്നും നേരമില്ല. ഒരു വലിയ നുണയുടെ മാലപ്പടക്കത്തിന് തന്നെയാണ് തീ കൊടുത്തിട്ടുള്ളത്. അത് അള്ളാന്റെ പള്ളിയിൽ വെച്ചിട്ട് അവിടെ ചന്ദനത്തിരി കത്തിച്ചു എന്ന് വിചാരിച്ച് ഏത് പൊള്ളും പറയാന്നുള്ളൊരു കോലത്തില് അലച്ചോക്കുങ്ങൾ നമ്മുടെ സമൂഹം ചെയ്യുന്നൊരു അംഗത്വം. ഇത് ഏത് ഹദീസിലുള്ളത്? ആരാണ് ഇങ്ങനെ പഠിപ്പിച്ചത്? അതൊന്നും ചോദ്യമില്ല, കഥയിൽ ചോദ്യം തന്നെ ഇല്ല. ആരാണ് ഈ മൗലൂദ് കിതാബ് ഉണ്ടാക്കിയത്? അതും ചോദിക്കേണ്ടിയില്ല, കാരണം ഇതിനൊന്നും ഓർഡറില്ല. ഈ രൂപത്തിലുള്ള വങ്കത്വങ്ങളും വെടുവായിത്തങ്ങളും മഹാനുണകളും, ഇപ്പൊ എത്ര നുണയാണ് ഇവിടെ പറഞ്ഞത്? എങ്ങനെയാണ് ആദം നബി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി? ഖുർആനായത്തുണ്ട്. ആരെയാണ് ആദ്യം സൃഷ്ടിച്ചത്? ഖുർആനായത്ത് തെളിവുണ്ട്. എങ്ങനെയാണ് നൂഹ് നബിയുടെ കപ്പൽ നീങ്ങിയത്? അത് ആരാണ് ഉണ്ടാക്കാൻ പറഞ്ഞാണ്? ആരാണ് രക്ഷിച്ചത്? കൃത്യമായ ആയത്തുകളുണ്ട്. ഇങ്ങനെ എല്ലാം കൃത്യമായി ഖുർആനിൽ പറഞ്ഞിട്ടും ആ ഖുർആനെ നിഷേധിക്കുന്ന ഒരവസ്ഥ. ഇത് ഖുർആൻ നിഷേധമാണ്. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് പ്രവാചകനാണ് എന്ന് പറയുന്നുവോ അവൻ ഖുർആനിനെ നിഷേധിച്ചു തള്ളിയ കാഫിറാണെന്ന് മഹാരഥന്മാരായ ആളുകൾ ഫത്വ പറയുന്നു. ആ കുഫിരിയത്താണ് ഈ ഒരൊറ്റ മൗലൂദ് തുറന്നു വെച്ച് ഓതുമ്പോ മുസ്ലിം ഉമ്മത്തിൽ സംഭവിക്കുന്നത്. നഊദുബില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ നാളുകളാണ്. എല്ലാം മദ്ഹിന്റെ ലേബൽ ഒട്ടിച്ചാണ് നടക്കുന്നത് എന്ന് മാത്രം. അപ്പൊ കാര്യങ്ങൾ തിരിച്ചറിയാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കണം. അത് ഒരു കുടിക്കലുണ്ടാവുമ്പോ അത് തുറന്നു ചോദുമ്പോ വേണ്ട, അത് ഓതേണ്ടതില്ല. നമുക്ക് അള്ളാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ നമ്മളുടെ കൈകളിൽ, നമുക്ക് ഖുർആൻ ഓതാം എന്ന് പറയാനുള്ള ഒരു ചെറിയ തന്റെ ഇടമെങ്കിലും മുഅ്മിനീങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയെ ശരിയായും തെറ്റിനെ തെറ്റായും മനസ്സിലാക്കുകയും ആ ശരിയുടെ പക്ഷത്ത് നിലകൊള്ളുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് മുക്തിയും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ.